ഞാൻ ഇന്ന് കൃഷ്ണ ജയന്തിയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെ ഒരുക്കണം എന്നുള്ളത്, കൃഷ്ണ ജയന്തിക്ക് നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ജന്മാഷ്ടമി നമ്മുടെ കൃഷ്ണൻ ജനിച്ച ദിവസമാണ്. അപ്പോൾ ഇതെല്ലാവരും എല്ലാ രാജ്യമൊട്ടാകം ആഘോഷിക്കുന്ന പല രീതിയിലും ആണ് ഈ കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്, പല രീതിയിലായിട്ട്. അപ്പം നമ്മുടെ ആണെങ്കിൽ നമ്മൾ ശോഭയാത്ര നടത്തി മലയാളികൾ അങ്ങനെ ആഘോഷിക്കും. പിന്നെ അമ്പലങ്ങളിലെല്ലാം ഭയങ്കര വിശേഷമായിട്ട് ചെയ്യും. പിന്നെ അതുപോലെ ഭഗവാന് പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ അർപ്പിക്കാനായിട്ടും ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് ഇതെല്ലാം, അതായത് ഭഗവാൻ അർപ്പിക്കുന്ന പ്രസാദം എല്ലാം ഡിഷസ് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ച് തരാം. അപ്പം എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃഷ്ണ ജയന്തിയുടെ അന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്ണിയപ്പം, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഉണ്ണിയപ്പം. അപ്പം അത് ഉണ്ണിയപ്പം, പിന്നെ പാൽപ്പായസം, പിന്നെ ഇത് അവൽ കൊണ്ടുള്ള ഒരു ഡിഷാണ്, പിന്നെ ഇത് മുറുക്ക്. അപ്പോൾ ശരിക്കും ഇതെല്ലാം തമിഴിയൻസ്, അതായത് ആ സൈഡിലെ ആ സൈഡിലൊക്കെ ചെയ്യുന്നതാണ് ഇതൊക്കെ. പക്ഷെ നമ്മൾ മെയിനായിട്ടും പാൽപ്പായസമാണ് നമ്മുടെ ഇതിൽ, ഉണ്ണിയപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അവൽ വിളയിച്ചതും ഒക്കെ. അപ്പം ഞാനിത് ഇത്രയും ഡിഷസ് ഞാൻ ഓരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഡിഷസും ഇട്ടിട്ടുണ്ട്. പിന്നെ പാൽപ്പായസത്തിൻ്റെ ഞാനത് ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെയാണ് ഞാനിത് ഇന്ന് കൃഷ്ണ ജയന്തിക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഇതുപോലെ അല്ലെങ്കിലും ഇത്രയും ഡിഷസ് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1, 2 ആണെങ്കിലും 3 ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പാലും ഉൽപ്പന്നങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് വയ്ക്കാൻ പറ്റും. പാലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും, വെണ്ണ ആണെങ്കിലും വയ്ക്കാം, നമുക്ക് എന്ത് വേണേലും വയ്ക്കാം, നമ്മളിവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് കാണിച്ചു തന്നതാണ് ഇത്രയും. അപ്പോൾ ഈ ഡിഷസ് എല്ലാം ഉണ്ട്, അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഡിഷസിൻ്റെ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എല്ലാവരും പറയുക. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ജന്മാഷ്ടമി.